നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാവേ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏത്? നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, എൽസ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി എൽസ. അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര്. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, അമൃതം ആരോഗ്യം. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം. അടുത്ത ചോദ്യം, വായുവിലൂടെ പകരുന്ന രോഗമാണ് ഡാഷ്. വായുവിലൂടെ പകരുന്ന രോഗമാണ് ഡാഷ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ഡെങ്കിപ്പനി, ഓപ്ഷൻ ബി ജലദോഷം, ഓപ്ഷൻ സി എലിപ്പനി, ഓപ്ഷൻ ഡി കോളറ. ഇതിലേത് രോഗമാണ് വായുവിലൂടെ പകരുന്നത്? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ജലദോഷം. അടുത്ത ചോദ്യം, സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വൈറ്റമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വൈറ്റമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, വൈറ്റമിൻ എ. സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലമാണ്. അടുത്ത ചോദ്യം, രക്തം കട്ടപിടിക്കുന്നത് അറിയാനുള്ള ടെസ്റ്റ്. രക്തം കട്ടപിടിക്കുന്നത് അറിയാനുള്ള ടെസ്റ്റ് ഏത്? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, വിക്സിംഗ് ടെസ്റ്റ്. രക്തം കട്ടപിടിക്കുന്നത് അറിയാനുള്ള ടെസ്റ്റ് വിക്സിംഗ് ടെസ്റ്റ്. അടുത്ത ചോദ്യം, പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ ഏത്? പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എംഫിസിമ. പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് എംഫിസിമ.